Boche Gold and Diamonds. Buy now, pay later. ആനക്കര എഞ്ചിനീയറിംഗ് റോഡ് മന്ത്രി എം. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബൈക്കുകളുടെ അകമ്പടിയിൽ തുറന്ന ജീപ്പിൽ മന്ത്രിയുടെ റോഡ് ഷോയും ഉണ്ടായിരുന്നു. ആനക്കര ടൗണിനെയും പടിഞ്ഞാറങ്ങാടിയെയും ബന്ധിപ്പിക്കുന്ന ടൗണാണത്. 3 കിലോമീറ്റർ ദൂരം 5.5 മീറ്റർ വീതിയിൽ നവീകരിച്ചു. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഡ്രൈനേജ് പ്രവർത്തികളും റോഡ് സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങളും പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. കരാറുകാരനെയും അതിന് മേൽനോട്ടം വഹിച്ച PWDയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഫണ്ട് അനുവദിച്ചത് 29 PWD റോഡുകൾക്കും 234 ഗ്രാമീണ റോഡുകൾക്കുമാണ്. PWD റോഡുകളിൽ 29 എണ്ണത്തിൽ 15 എണ്ണത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി കുറെ എണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ബജറ്റിൽ ഫണ്ട് വെച്ച 4 റോഡിന്റെ പണിയാണ് ഇനി ആരംഭിക്കാനുള്ളത്. കാരണം അത് ഈ വർഷം വെച്ചിട്ടേ ഉള്ളൂ. ഏപ്രിലിലെ സാമ്പത്തിക വർഷം ആരംഭിക്കൂ. അതിനുശേഷം അതിന്റെ പണിയും ആരംഭിക്കും. അപ്പോ 10 റോഡുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ചിലത് അവസാന ഘട്ടത്തിലാണ്, ചിലത് തുടങ്ങിയിട്ടുണ്ട്. 5 കോടിയാണ് എഞ്ചിനീയർ റോഡിന് വിനിയോഗിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ വിനിയോഗിച്ചാണ് ആനക്കര എഞ്ചിനീയർ റോഡ് ആധുനിക നിലവാരത്തിൽ ഉയർത്തിയത്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. കപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രാജീവ് പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ മാന്നന്നൂർ റോഡ് വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.